ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സിനെ കൊണ്ടിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സ്വീറ്റ് ആൻഡ് സ്പൈസി ആൻഡ് ടാങ്കി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ബിരിയാണീൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോകും. അപ്പം സാധനങ്ങൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു 12 പീസ് ഡേറ്റ്സ് കുരു പോക്കിയിട്ട് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയുള്ളി, പിന്നെ 3 ഗാർലിക്ക്, ഡ്രൈ റെഡ് ചില്ലീസ് ഒരു 5 എണ്ണം, പിന്നെ ഒരു ജാഗരി ഒരു പീസ്, പിന്നെ ടാമറിൻഡ് ഒരു ലെമൺ സൈസ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് കുരു പോക്കിയ ഡേറ്റ്സ് ആ പാത്രത്തിലേക്ക് ഇടും. എന്നിട്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കും. അത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഗാർലിക്ക് ഇടും, പിന്നെ ചെറിയുള്ളി ഇടും 10-12 എണ്ണം. ഇത്രയും സാധനം അത് സോഫ്റ്റും ബ്രൗണും ആവുന്ന വരെ സോട്ട് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ അത് സോഫ്റ്റ് ആൻഡ് ബ്രൗൺ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ റെഡ് ചില്ലീസ് ആഡ് ചെയ്യും. എന്നിട്ട് റെഡ് ചില്ലീസ് കുറച്ച് പഫപ്പായി ഒന്ന് ചാർഡാവുന്ന വരെ, നല്ല മൂക്കുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. കാശ്മീരി ചില്ലി ഒരു 5 എണ്ണം ഉപയോഗിക്കാം, 5-6. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂക്കുന്ന വരെ സോട്ട് ചെയ്യുക. മൂത്ത് കഴിഞ്ഞു. ഇനി തണുക്കാൻ വയ്ക്കുക. ഇനി നമ്മൾ മിക്സി ജാർ എടുക്കും. അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് അലോങ് വിത്ത് വാട്ടർ നമ്മൾ ജാറിലേക്ക് ഇടും. പിന്നെ പുളി, ടാമറിൻഡ് ലെമൺ സൈസ്, പിന്നെ ജാഗരി ഒരു 1/4 കഷ്ണം, പിന്നെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും ഗാർലിക്കും ഡ്രൈ റെഡ് ചില്ലീസും അതിലേക്കിടും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ഡേറ്റ്സ് ചട്നി റെഡിയായി. ഇത് ഭയങ്കര നല്ല ചട്നിയാണ്. സ്മോക്കി ഫ്ലേവറുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.